ഇതൊക്കെ സക്കുലൻ ചെടികളാണ്. ഇലകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പ്രകൃതിയുടെ ഒരു കരവിരുത്. പലതരം സക്കുലൻ ചെടികളുണ്ട്. കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഇലമുളച്ചി, ഇലകളിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന ഇലമുളച്ചിയിൽ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. കാരണം ഇവരുടെയൊക്കെ പ്രൊപ്പഗേഷൻ ഇലകൾ വഴിയും നടക്കും. ഈ ലോകത്ത് ഒരുപാട് ചെടികൾക്ക് പ്രത്യുൽപാദനം നടക്കുന്നത് ഇലകൾ വഴിയാണ്. എന്തുകൊണ്ടാണ് ഇവരെ സക്കുലൻ്റ് എന്ന് വിളിക്കുന്നതെന്നറിയോ? ഇവരുടെ ഈ ഗുണ്ടുമണി ഇലകളിലെ ഇതിലവർ വെള്ളം ശേഖരിച്ച് വയ്ക്കും. ഒരുപാട് വെള്ളം ഇവർക്കിഷ്ടമല്ല. എന്നാൽ ഒട്ടും വെള്ളം ഇല്ലാതെയും ജീവിക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം വേണം. ഡ്രൈ ആവുമ്പോൾ വെള്ളം കൊടുക്കണം. കിട്ടുന്ന വെള്ളം അവരവരുടെ ഇലകളിൽ ശേഖരിച്ച് വയ്ക്കും. ഓരോ ഇലകളും ഓരോ പുതിയ ജീവൻ നൽകാൻ റെഡിയായിട്ടുള്ളവരാണ്. ഓരോ ഇലകളിൽ നിന്നും ഓരോ ചെടികൾ പുതുതായി വരാൻ കഴിവുള്ളവരാണ് കേട്ടോ. ഇലകളിൽ വെള്ളം നിറച്ച് വയ്ക്കുന്ന എല്ലാ ചെടികളെയും നമുക്ക് സക്കുലൻസ് എന്ന് വിളിക്കാം. സക്കുലൻസ് അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാലാണ് നല്ല കളർഫുള്ളായിട്ട് വളരുള്ളൂ. എല്ലാ കളർഫുള്ളായിട്ടുള്ള സക്കുലൻസിനും നല്ല സൺലൈറ്റ് വേണം. സൺലൈറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവരുണ്ടാക്കുന്ന കളേഴ്സാണ് ആക്ച്വലി ഈ സക്കുലൻറ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. സൺലൈറ്റ് കുറവായി കഴിഞ്ഞാൽ അവർ പച്ച കളറായിട്ട് മാറും. കളർഫുൾ സക്കുലൻസിനൊക്കെ ഒരു പച്ചപ്പ് ബാധിക്കും. അതുപോലെ തന്നെ നീണ്ടു പോകും. അവരുടെ ഇലകളൊക്കെ ഒരു ഭംഗിയില്ലാതാവും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കും. പലതരം സക്കുലൻസ് പ്ലാന്റ്സുകളുണ്ട്. ഇങ്ങനെയുള്ള ചെടികളെയൊക്കെ സീഡം പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ഇവരും ഇലകളിൽ നിന്നും പ്രത്യുൽപാദനം നടത്തുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇലവിസ്മയങ്ങളാണ്. സക്കുലൻ ചെടികളുടെ പല കളക്ഷനുകളാണ്. ഈ മുള്ളുവർഗത്തിന് നമ്മൾ കാക്ടസ് എന്ന് പറയുക. അത് എല്ലാവർക്കും അറിയാം. കള്ളിമുള്ള് വർഗത്തിൽപ്പെട്ട ചെടികളാണ്. സക്കുലൻസും കാക്ടസും ഇതുപോലെ തന്നെ. സക്കുലൻസ് എന്ന് പറയുമ്പോൾ ഇലകളിൽ വെള്ളം നിറയ്ക്കും. എന്നാൽ കാക്ടസ് അവരുടെ കാണ്ഡങ്ങളാണിത്. കാണ്ഡത്തിലാണ് വെള്ളം നിറച്ച് വയ്ക്കുക.